കൂട്ടുകാരെ, തിരുവിരുന്നിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്. ഹലോ. കുറെ ദിവസമായില്ലേ നമ്മൾ കണ്ടുമുട്ടിയിട്ട്? സുഖാണ് എല്ലാവർക്കും? വെക്കേഷൻ ഫുൾ കളിയിലായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ സിസ്റ്റർ ഉണ്ടല്ലോ കുറെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന കണ്ടു. അപ്പൊ ഞാൻ ഓർത്തു നിങ്ങളൊക്കെ എങ്ങനെയാ നിങ്ങളുടെ കളി സമയം ചെലവ് ചെയ്യുന്നേ? ഒന്ന് പറയോ സിസ്റ്ററിനോട്? ഓക്കെ. ജോസഫ് എങ്ങനെയാ കളിക്കുന്നേ? ഫുട്ബോൾ. ആൽബിനോ? വീഡിയോ ഗെയിം. ആൻമരിയ? ഡ്രോയിങ്ങിലോ? വെരി ഗുഡ്. പിന്നെ അമിത്? കമ്പ്യൂട്ടർ. അപ്പൊ നിങ്ങളുടെ ഗെയിം ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഫുട്ബോളും കമ്പ്യൂട്ടറും. പക്ഷെ സിസ്റ്റർ ഉണ്ടല്ലോ കുറച്ച് മിടുക്കന്മാരെ വരുന്ന വഴിക്ക് കണ്ടു. ഈ മച്ചിങ്ങ ഇല്ലേ, അതൊക്കെ വെച്ച് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി, വട്ടനെ ഉണ്ടാക്കി, അത് പിടിച്ച് അവർ കളിക്കുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുവാ, നമുക്ക് തന്നെ കളിക്കാനായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ വീഡിയോ ഗെയിം, കമ്പ്യൂട്ടർ, ഫുട്ബോൾ, ബാഡ്മിന്റൺ അതേ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മളും എന്ത് കളിക്കാൻ പോവാ? ഗെയിം കളിക്കാൻ പോവാ. കറക്റ്റ്. അപ്പൊ ഗെയിം കളിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ല, എന്നും കാണുന്ന ഒരു വസ്തു വെച്ചാൽ നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നത്. ഗെയിം കളിക്കാൻ സിസ്റ്റർക്ക് 4 പേരെ വേണം. ഓക്കെ, ഞാൻ ചൂസ് ചെയ്യാം കേട്ടോ. ജോസഫ്, ക്ലെമന്റ്, പിന്നെ ഗേൾസ് 2 പേര് വേണമല്ലോ, റിയ, അച്ചു. ഇനി നിങ്ങൾക്ക് മുമ്പിൽ ഇതാ ഒരു രസകരമായ ഗെയിം. ഇന്നത്തെ ഗെയിം ന്യൂസ് പേപ്പർ വെച്ചാണ്. എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഒരു സാധനമല്ലേ ന്യൂസ് പേപ്പർ. ഈ ന്യൂസ് പേപ്പർ വായിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇന്ന് പക്ഷേ ക്രിയേറ്റീവായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നത് എന്തിനാണെന്നറിയോ? ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഈ ന്യൂസ് പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ടാവും. 2 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരും 2 ഗ്രൂപ്പിനും. ഇവിടെ റിയ അച്ചുവിനെ ഈ ന്യൂസ് പേപ്പർ വെച്ച് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കി നല്ലൊരു ഡെക്കറേഷൻ നടത്തി, മേക്കപ്പ് നടത്തി ഇവിടെ സുന്ദരിയാക്കണം. അതുപോലെ ജോസഫ് ഇവിടെ ക്ലെമന്റിനെ ഒരു സുന്ദര കുട്ടപ്പനാക്കണം. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? 2 minutes ടൈം തന്നിട്ടുണ്ടാവും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്രിയേറ്റീവായിട്ട് റിയ ജയിക്കോ ജോസഫ് ജയിക്കോ? ടൈം തീരാറായി. വേഗം സ്പീഡ് അപ്പ്. ടൈം എൻഡ്സ് നൗ. നല്ലൊരു കൈയടി കൊടുത്തേ. ഇവര് മനോഹരമായി ചെയ്തില്ലേ? നല്ലൊരു കൈയടി കൊടുക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ക്ലെമന്റ് ഉണ്ട് നമ്മുടെ മുൻപിൽ. നടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് മുന്നിലേക്ക് നടന്ന് 2 പേരും. നമ്മുടെ മിസ് വേൾഡും നടന്നേ. ആരാ ഇതില് സൂപ്പർ ആയിരിക്കുന്നേ? ഭൂരിഭാഗം വോട്ട് ആർക്കാ പോകുന്നേ? അച്ഛന് നല്ലൊരു കൈയടി കൊടുത്തേ. റിയക്ക് നല്ലൊരു കൈയടി. പക്ഷേ ഇവരൊട്ടും മോശമല്ല കേട്ടോ. ഇവരൊന്ന് നോക്കിക്കേ, നല്ല സ്റ്റൈലായിട്ട് മുണ്ടൊക്കെ ഉടുപ്പിച്ച്. ഇതല്ലതാ തോർത്താണോ ഉദ്ദേശിച്ചേ? ഹാങ്കർ ഷിഫ്. ഓക്കെ, മറ്റേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു കൈയടി കൊടുത്തു. ഓക്കെ, ചോദിക്കട്ടെ സിസ്റ്റർ, ഇത് ഇങ്ങനെ തന്നെ വീട്ടിൽ പോയാലോ? വേണ്ടേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. വേണ്ടേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തപ്പോ മോൾക്ക് എന്താ അനുഭവപ്പെട്ടെ? ആദ്യം ഭയങ്കര ടെൻഷൻ ആയിരുന്നു, എന്ത് ചെയ്യണം വിചാരിച്ചിട്ട്. പിന്നെ അവളുടെ ഉടുപ്പിൽ പല ഗ്യാപ്പും കണ്ടു. അവിടെ പേപ്പർ. ഓക്കെ, അപ്പൊ എല്ലാ ഗ്യാപ്പിലും കുത്തി കയറ്റിയപ്പോ ഒരു ക്രിയേറ്റീവായ ഒരു മനോഹരമായ അച്ചുവിനെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ജോസഫ് ആദ്യം ജയിക്കുമെന്ന് വിചാരിച്ചു, പിന്നെ ജയിക്കുമെന്ന് വിചാരിച്ചു. തോറ്റൊന്നുമില്ല. ഇതും നല്ലതല്ലായിരുന്നോ? ക്ലെമന്റിന് കാണാനും ഭംഗിയില്ലേ? തോറ്റിട്ടില്ല കേട്ടോ, ഇതും ജയിച്ചിരിക്കുക. പക്ഷെ ഇച്ചിരി ഭംഗി കൂടുതൽ നമ്മുടെ അച്ചുനാന്ന് മതി. ഓക്കെ, അച്ചുവിന് എന്താ തോന്നിയേ? ആദ്യമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന, ഇവിടുത്തെ കുത്തിക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ശ്വാസം മുട്ടി. ക്ലെമന്റിനോ? എനിക്കും ശ്വാസം മുട്ടുന്നു. ശ്വാസം മുട്ട. എന്നാ അവരുടെ ശ്വാസം മുട്ടൽ നമുക്ക് മാറ്റാം. അത് ഐഷ മാറ്റാട്ടോ. ഐഷ നിങ്ങളുടെ സീറ്റിലേക്ക് പോക്കാം. നല്ലൊരു കൈയടി കൊടുത്ത് ശ്വാസം മുട്ടലൊക്കെ അനുഭവിച്ച് നല്ലൊരു ഗെയിം കളിച്ചു ഇവരല്ലേ. ഇനി മക്കൾ പോയിരുന്നു കേട്ടോ. അപ്പൊ ഈ ഗെയിമിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? ന്യൂസ് പേപ്പർ എന്തിനാ ഉപയോഗിക്കുന്നത്? വായിക്കാനായിട്ട്. പക്ഷെ ഇന്ന് നമ്മൾ അത് ഉപയോഗിച്ചത് അലങ്കരിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതുകൊണ്ട് ജോസഫ് എന്ത് കെട്ടി? പാദസരം കെട്ടി. പിന്നെ എന്തൊക്കെ കെട്ടിയല്ലോ? മോതിരം.
ഇതിനു മുൻപ് ചിന്തിച്ചായിരുന്നു അങ്ങനെ? ഇല്ല, അവൻ അവന്റെ എന്ത് യൂസ് ചെയ്തു? ബുദ്ധി യൂസ് ചെയ്തപ്പോൾ അത് വളരെ ക്രിയേറ്റീവ് ആയിട്ട് മാറി. മക്കളെ, ഇതുപോലെ തന്നെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വേസ്റ്റ് ആണെന്ന് വെച്ച് കളയും. പക്ഷേ ആ കളയുന്ന വേസ്റ്റായ വസ്തുക്കൾ കൊണ്ട് ഒത്തിരി മനോഹരമായി ക്രിയേറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇച്ചിരി മെനക്കെടേണ്ടി വരും, ഇച്ചിരി അധ്വാനം വേണം, ചിന്ത വേണം. അപ്പം അതെല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? ഒരു ക്രിയേറ്റീവായിട്ട് ഒരു നല്ല കാര്യം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം, വേസ്റ്റായിട്ട് നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന ഒരു വസ്തു എടുത്ത് എന്തെങ്കിലും എനിക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പറ്റുമോ അങ്ങനെ ചെയ്യാൻ? ഓക്കെ. ഈ ഗെയിം ശരിക്കും അടിപൊളിയായിരുന്നു അല്ലേ? ഹായ്, നല്ല രസമുണ്ടല്ലോ. ഇത് ആരുണ്ടാക്കിയതാ? ഞാൻ തന്നെ ഉണ്ടാക്കിയതാ ചേച്ചി. നല്ല രസമുണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്ത് മൊബൈലിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും മുമ്പിലിരുന്ന് സമയം കളയാതെ ക്രിയേറ്റീവായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ ലോകത്തിൽ തന്നെ ഒരു മുതൽക്കൂട്ടായി തീരുവാനും സമയം പാഴാക്കാതെ ഉയർന്നു പറക്കുവാനും ഇന്നത്തെ സെഗ്മെന്റ് നമ്മളെ സഹായിക്കട്ടെ. ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണല്ലോ. ഓക്കെ, നിങ്ങളുടെ ഈ സന്തോഷത്തിന് ഇരട്ടി മധുരം നൽകാനായിട്ട് ഒരു കൊച്ചു മിടുക്കൻ ജോയലിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ മിടുക്കനൊരു പ്രത്യേകതയുണ്ട്. കുഞ്ഞിലേ തൊട്ട് അവനുണ്ടായിരുന്ന കഴിവ് തിരിച്ചറിഞ്ഞ് ആ കഴിവ് ആരുടെയും പ്രോത്സാഹനമില്ലാതെ അവൻ്റെ അമ്മ അത് കണ്ടെത്തിയപ്പോൾ അത് മനസ്സിലാക്കി അവൻ തന്നെത്താൻ എന്തു ചെയ്തു? ആ കഴിവ് വളർത്തിയെടുത്ത് ദൈവമഹത്വത്തിനായി അവൻ്റെ ആ കഴിവ് അവൻ പ്രദാനം ചെയ്തു. ഇപ്പോൾ നമുക്ക് കൊച്ചുമിടുക്കൻ ജോയലിനെ നമ്മുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യാം. ഇതാണ് നമ്മുടെ കൊച്ചുമിടുക്കൻ ജോയൽ. ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്താ ചെയ്യുക? മൊബൈലും നെറ്റെല്ലാം യൂസ് ചെയ്ത് സമയം പാഴാക്കുമ്പോൾ ഈ കൊച്ചുമിടുക്കൻ LKG മുതൽ മറ്റൊരു വ്യക്തി ചെയ്യുന്ന കാര്യം കണ്ടുപിടിച്ച് ആ കഴിവ് തന്നിലുണ്ടെന്ന് മനസ്സിലാക്കി അവൻ എന്ത് ചെയ്തു? അത് വളർത്തിയെടുത്തു. അത് നിങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കാനാണ് ഈ മകൻ വന്നിരിക്കുന്നത്. ഒരു നല്ല കയ്യടിയോടുകൂടി ഇവൻ്റെ ഈ പെർഫോമൻസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സസ്പെൻസ് ത്രില്ലറോടുകൂടി നമുക്ക് ഒരുങ്ങാം. മേലെ മാനത്ത് ഈശോയെ ഒന്നു വരാമോ ഈശോയെ.
ഈ മോന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ ഈ കൈയടി പോരെ, നല്ലൊരു കൈയടി കൊടുത്തേ. ഇതിനു മുൻപ് ഇതുപോലെ വിസിൽ അടിച്ച് അല്ലെങ്കിൽ ചൂളം അടിച്ച് പാട്ട് പാടി ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യത്തെ പെർഫോമൻസ് അല്ലായിരുന്നോ നിങ്ങളുടെ മുൻപില്? നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈ കൊച്ചുമിടുക്കനെ പോലെ ഒത്തിരി കഴിവുകൾ നമ്മുടെ ഉള്ളിലും ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല, നമ്മളത് കണ്ടെത്തുന്നില്ല. നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റൈനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഐസക് ന്യൂട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബെഞ്ചമിൻ ഗ്രാംബെൽ, ടെലിഫോണും ഇലക്ട്രിസിറ്റിയും എല്ലാം ഈ ലോകത്തിലേക്ക് പ്രദാനം ചെയ്ത മഹാനായ വ്യക്തികളാണ്. അവരെല്ലാവരും ചുമ്മാ മടി പിടിച്ച് ടി വിയുടെ മുൻപിലും നെറ്റിന്റെ മുൻപിലും ഒക്കെ ഇരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുമോ? ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടെലിഫോണും മൊബൈലും കിട്ടുമോ? ഇല്ല. അവർ ചിന്തിച്ചു, ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും നൽകണമെന്ന് ആഗ്രഹത്തോടുകൂടി അവർ പ്രയത്നിച്ചു, അധ്വാനിച്ചു. അതിൻ്റെ ഫലമായി ഈ ലോകത്തിന് തന്നെ ഒരു വലിയ സമ്മാനം അവർ പ്രദാനം ചെയ്തു. മക്കളെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ക്ഷീണവാ, മടിയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ടി വിയുടെ മുൻപിലും ഉറങ്ങിയും ഒന്നും ചെയ്യാതെ ചുമ്മാ സമയം കൂട്ടുകാരുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ അടിപിടി കൂടി സമയം ചെലവഴിക്കും. ആ സമയം എത്രയോ നിങ്ങൾക്ക് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. വചനം പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുതെന്ന്. അപ്പോൾ ഈ മകൻ്റെ ഈ പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകണം. എനിക്കും ഇതുപോലെ എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കഴിവിനെ കണ്ടെത്തി, അത് ഞാൻ തന്നെ, ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ പ്രോത്സാഹിപ്പിച്ച്, സ്വയം പ്രോത്സാഹിപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് നന്മ നൽകുവാനും ദൈവമഹത്വത്തിനായും ഞാൻ ഉപയോഗിക്കുമെന്ന്. കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കും അല്ലേ? ഇനി നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ചാലോ? ഇനി നമ്മൾ ഈശോയെ പാടി സ്തുതിക്കാൻ പോവാം. അതിനു മുമ്പ് സിസ്റ്ററിന് ഒരു സംശയം, ഈശോയ്ക്ക് ഏത് ഭാഷ അറിയാം? എന്നാലും കൂടുതൽ നന്നായി മലയാളം. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. സിസ്റ്റർ പറ്റിക്കാൻ നോക്കിയതാ നിങ്ങളെ. എല്ലാ ഭാഷയും ഈശോയ്ക്ക് അറിയാം. എല്ലാ പ്രാവശ്യവും നമ്മൾ മലയാളം പാട്ട് വെച്ചല്ലേ ഈശോയെ സ്തുതിക്കാറ്. ഇന്നൊരു ചേഞ്ച് ഇരിക്കട്ടെ, ഇന്ന് നമുക്ക് ഹിന്ദി പാട്ട് പഠിക്കാം. നിങ്ങൾ റെഡിയാണോ പഠിക്കാൻ? എല്ലാവർക്കും ഹിന്ദി അറിയില്ലേ? കുറച്ചാ, എന്നാ കുഴപ്പമില്ല, പാടി പാടിയാ നമ്മൾക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ സിസ്റ്റർ പാടി തരട്ടെ, നിങ്ങൾ ഏറ്റു പാടണം കേട്ടോ. नाचूंगा गाऊंगा पगलों के समान, होश ना मेरा हूंगा, मेरा राजा है महान. नाचूंगा गाऊंगा पगलों के समान, होश ना मेरा हूंगा, मेरा राजा है महान. नाचूंगा गाऊंगा पगलों के समान, होश में ना रहूंगा, मेरा राजा है महान. नाचूंगा गाऊंगा पगलों के समान, होश में ना रहूंगा, मेरा राजा है महान. नाचूंगा खोके अपना स्वाभिमान, अरे लोग कहे इस मूर्खता पर गाऊंगा, मेरा राजा है नाचूंगा गाऊंगा पगलों के समान, होश में ना रहूंगा, मेरा राजा है महान. नाचूंगा गाऊंगा पगलों के समान, होश में ना रहूंगा, मेरा राजा है महान. नाचूंगा खोके अपना स्वाभिमान, अरे लोग कहे इस मूर्खता पर गाऊंगा, मेरा राजा है अपना स्वाभिमान, अरे लोग कहे इस मूर्खता पर गाऊंगा, मेरा राजा
Na 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 na. Hey. Na 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 na. Hey. नाचूंगा खोके अपना स्वाभिमान हर लोग कहे इस मूर्खता पर गाऊंगा मेरा राजा है महान है नाचूंगा खोके अपना स्वाभिमान हर लोग कहे इस मूर्खता पर गाऊंगा मेरा राजा है नाचूंगा पगलों के समान गाऊंगा मेरा राजा है महान नाचूंगा पगलों के समान गाऊंगा मेरा राजा है महान नाचूंगा पगलों के समान गाऊंगा मेरा राजा है महान नाचूंगा पगलों के समान अरे गाऊंगा मेरा राजा है महान नाचूंगा पगलों के समान गाऊंगा मेरा राजा है महान नाचूंगा पगलों के समान गाऊंगा मेरा राजा है महान नाचूंगा पगलों के समान अरे गाऊंगा मेरा राजा है महान नाचूंगा पगलों के समान अरे गाऊंगा मेरा राजा है റിസർച്ച് പറയുന്നു 40,000 അഡ്വർടൈസ്മെന്റ് ഒരു വർഷം കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെന്ന്. ഫാസ്റ്റ് ഫുഡിന്റെ പിറകെ പോകുന്ന പുതുതലമുറ ഇന്ന് രോഗങ്ങളുടെയും പിടിയിലാണ്. ജങ്ക് ഫുഡ് കഴിക്കുന്നതിന് മുൻപ് 2 തവണയെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതാണ് നമ്മുടെ ഗെയിം.